ഉണ്ടാക്കി അത് ഒപ്റ്റിക് നെർവ് എന്ന് പറഞ്ഞാൽ നാഡിയിലൂടെ കണ്ണിലേക്ക് അയക്കാനുള്ള മെക്കാനിസം വർക്ക് ചെയ്യണം. അത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ണിലെ ചില കെമിക്കൽ സബ്സ്റ്റൻസസ്, നമ്മൾ റോഡോപ്സിൻ, ഫോട്ടോപ്സിൻ എന്നൊക്കെ പറയുന്ന ചില കെമിക്കൽസ് ആണ്. ഈ രാസവസ്തുക്കൾ ഈ പ്രകാശത്തെ അബ്സോർബ് ചെയ്ത് അവയുടെ സ്ട്രക്ചറിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഈ സംഗതി ഉണ്ടാകുന്നത്. ഈ രാസവസ്തുക്കൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കാർബൺ, ഓക്സിജൻ, ഹൈഡ്രജൻ എന്നൊക്കെ പറഞ്ഞ ചില ആറ്റങ്ങൾ ചേർന്നാണ്. ഈ ആറ്റങ്ങൾ ഏതൊക്കെ അനുപാതത്തിൽ ചേർന്നാണ് ഈ മോളിക്യൂൾ ഉണ്ടാകുന്നത്, ആ മോളിക്യൂളിന്റെ ഘടന എന്താണെന്നൊക്കെ അനുസരിച്ചാണ് ഏതൊക്കെ തരംഗദൈർഘ്യമുള്ള, ഏതൊക്കെ എനർജിയിലുള്ള പ്രകാശത്തിനനുസരിച്ച് ഇത് പ്രതികരിക്കും തീരുമാനിക്കുന്നത്. നമ്മൾ അതിനെ വിളിക്കുന്നത് സ്പെക്ട്രൽ സെൻസിറ്റിവിറ്റി എന്നാണ്. അതായത് ഒരു പ്രത്യേക രാസവസ്തു അതിനെ ഉണ്ടാക്കിയിരിക്കുന്ന ആറ്റങ്ങൾ ഏതൊക്കെ അനുപാതത്തിൽ എങ്ങനെയൊക്കെയാണ് ചേർന്നിരിക്കുന്നതെന്നനുസരിച്ചിട്ടാണ് അതിന് ഏതൊക്കെ ഫ്രീക്വൻസിയുള്ള ലൈറ്റ് പാർട്ടിക്കിൾസ്, ഫോട്ടോൺസ് അതിന് ആഗിരണം ചെയ്യാൻ കഴിയും തീരുമാനിക്കുന്നത്.